ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1-ാം ദിവസത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം വരുന്നത്. അപ്പോൾ ഈ എക്സാമിന് തയ്യാറാക്കുന്ന കുട്ടികൾ വളരെ യൂസ്ഫുൾ ആയ വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. പ്രവർത്തനം 1, കഥ പൂർത്തിയാക്കാം. പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട്. നീതുവിന് ഒരു വളർത്തു നായയുണ്ട്, പേര് ജിമ്മി. അതായത് ചിത്രത്തിലോട് കൊടുത്തിട്ടുണ്ട് ജിമ്മിയും അതുപോലെ നീതുവിനെയും ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും. ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും, നീതു ജിമ്മിയോട് പറഞ്ഞു. ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരയിലേക്കെത്തി. അവർ തോണിയിൽ കയറി തുഴഞ്ഞു അവർ പുഴയുടെ നടുവിലെത്തി. പെട്ടെന്ന് മാനം കറുത്തു, കാറ്റ് ആഞ്ഞു വീശി, മഴ പെയ്യാൻ തുടങ്ങി. തോണി ആടിയുലഞ്ഞു. അതായത് ചിത്രമാണ് കാണുന്നത്. അതായത് അവർ തോണിയിലൂടെ ആരും അറിയാണ്ട്, അതായത് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാകും പോകരുതെന്ന്. അപ്പോൾ ഒരു അനുസരണക്കേട് കാണിച്ചിട്ട് പോയിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അവർ പുഴയുടെ നടുവിലെത്തിയിട്ട് ആടി ഉലഞ്ഞു. അതായത് നമ്മൾ തോണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആടി ഉലയും. ഇനി അതായത് ബാക്കിയുള്ള കഥ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ എങ്ങനെയും എഴുതാം. എന്നിട്ട് അവസാനം അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ അത് അവസാനം വരുന്ന പോലെ നിങ്ങൾക്ക് കഥ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിലെ ചോദ്യങ്ങൾ, കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? നീതു, രാമു, ജിമ്മി എന്നൊക്കെ നമുക്ക് എഴുതാം. കഥയ്ക്ക് തലക്കെട്ട് നല്ല കൂട്ടുകാരെന്ന് നമുക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് നിങ്ങൾക്ക് തലക്കെട്ടുമായി എഴുതാവുന്നതാണ്. ദെൻ പ്രവർത്തനം 2, അപകടങ്ങളിൽ പെടുമ്പോൾ. അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ച് നീതുവിൻ്റെ സ്കൂളിൽ ക്ലാസ് നടക്കുകയാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കും. അതായത് എണ്ണം കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1-ൽ നിന്ന് 22 കുട്ടികൾ, ക്ലാസ് 2-ൽ നിന്ന് 17, ക്ലാസ് 3-ൽ നിന്ന് 24. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ നമ്മൾ രണ്ടും കൂടി പ്ലസ് ആണ് ചെയ്യേണ്ടത്, കൂട്ടുകയാണ് ചെയ്യേണ്ടത്. 22 + 12 ചെയ്ത് നമുക്ക് 39 എന്ന് കിട്ടും. അപ്പോൾ 39 കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, 3-ാം ക്ലാസ്സിനേക്കാൾ 5 പേർ കൂടുതലാണ് 4-ാം ക്ലാസ്സിൽ പങ്കെടുത്തത് എങ്കിൽ 4-ാം ക്ലാസ്സിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്ര? അതായത് 3-ാം ക്ലാസ്സിൽ 24 ആണെന്ന് പറഞ്ഞു, അതിൻ്റെ കൂടെ 5 എണ്ണം കൂട്ടുക. അപ്പോൾ 4-ാം ക്ലാസ്സിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ 29 കുട്ടികളാകും 4-ാം ക്ലാസ്സിൽ. ഇനി മൂന്നാമത്തെ ചോദ്യം, 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ നമ്മൾ 3-ാം ക്ലാസ്സിൽ നമുക്കറിയാം 24 ആണെന്ന്, 29 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 53 എന്ന് ഉത്തരം കിട്ടും. ഇനി 4-ാമത്തെ ചോദ്യം, കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ക്ലാസ് ഏത്? അപ്പോൾ ഏത് ക്ലാസ്സിലാണ്? നമ്മൾ ആ പട്ടിക നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് പങ്കെടുത്തിട്ടുള്ളത് 4-ാം ക്ലാസ് ആണ്. 4-ാം ക്ലാസ്സിൽ 29 ആണ്. അപ്പോൾ 4-ാം ക്ലാസ് എന്ന് എഴുതാം. എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 29 കുട്ടികൾ. ദെൻ 5-ാമത്തെ ചോദ്യം, 3-ാം ക്ലാസ്സിനേക്കാൾ എത്ര കുട്ടികൾ കുറവാണ് 1-ാം ക്ലാസ്സിൽ? അതായത് 1-ാം ക്ലാസ്സിൽ എത്ര കുട്ടികൾ കുറവാണെന്നുള്ളത് നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 24 - 22 ചെയ്താൽ 2 എന്ന് ഉത്തരം കിട്ടും. പ്രവർത്തനം 3, രോഗങ്ങൾ പലതരം. ക്ഷയം, ചിക്കൻ ഗുനിയ, തലവേദന, മന്ത്, വയറുവേദന, മലമ്പനി, ജലദോഷം, കോളറ, കോവിഡ്, പ്രമേയം, എലിപ്പനി, ടൈഫോയിഡ്, പല്ലുവേദന, വയറിളക്കം, വാദം. രോഗങ്ങൾ വരാതിരിക്കുവാൻ കരുതലാണ് പ്രധാനം. രോഗങ്ങൾക്കെതിരെ ജാഗ്രത. ക്ലാസ്സിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ തരം തിരിക്കാനാണ്. അതായത് പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ എന്നിവ തരം തിരിച്ചെഴുതാനാണ്. അപ്പോൾ പകരുന്ന രോഗങ്ങൾ എന്നുള്ളതിൽ ക്ഷയം, മന്ത്, ചിക്കൻ ഗുനിയ, മലമ്പനി, ജലദോഷം, കോളറ, കോവിഡ്, എലിപ്പനി, ടൈഫോയിഡ് അതൊക്കെ പകരുന്നതാണ്. ഇനി പകരാത്ത രോഗങ്ങൾ എന്നുള്ളതിൽ തലവേദന, വയറുവേദന, പ്രമേഹം, പല്ലുവേദന, വയറിളക്കം, വാദം എന്നിവ നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ പ്രവർത്തനം 4, നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കൂ. കടങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതും. ഡോക്ടർ വന്നു കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ പോയി. അതേതാണ്? കൊതുകാണ് അതിൻ്റെ ഉത്തരം. വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി, നാട്ടുകാർ വീട്ടിൽ കാട്ടും വീട്ടിലിരിക്കും ചങ്ങാതി. ഏതാണ്? TV ആണ്. അപ്പോൾ ഇതുപോലെയുള്ള കടങ്കഥകൾ, അതായത് താഴെ പറയുന്ന ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കടങ്കഥകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം, കാരണം എക്സാമിന് ചിലപ്പോൾ കടങ്കഥകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്രവർത്തനം 5, ഹായ് മഞ്ചാടി. നീതുവും കൂട്ടുകാരും ശേഖരിച്ച മഞ്ചാടികൾ 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും കൂട്ടങ്ങളാണ്. അപ്പോൾ അതായത് 100, 10, 1 കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ശേഖരിച്ച മഞ്ചാടികൾ എത്ര? അപ്പോൾ നമുക്കറിയാം 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും ആണ്. അപ്പോൾ നമുക്ക് നീതുവിൻ്റെ നോക്കുകയാണെങ്കിൽ അവിടെ 100 എന്ന് പറയുന്നത് എന്താ? 1, 2, 3, 4 100-ൻ്റെയും ഉണ്ട്. അതുപോലെ തന്നെ 3 10-ൻ്റെയും ഉണ്ട്.
മൂന്നും ഒന്നിൻ്റെയും ഉണ്ട്. അപ്പോൾ എന്താണ് 4 100 4 പ്ലസ് 400 വരും. അതുപോലെ തന്നെ 3 10ൻ്റെ അപ്പം 30 എന്ന് വരും. ഒരു 3 ഒന്നിൻ്റെ അപ്പം 400 പ്ലസ് 30 പ്ലസ് 3 = 433 എന്ന് ഉത്തരം വരും. ഇനി അടുത്ത് അതിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ്? അവിടെ 3 100ൻ്റെയും അതുപോലെ തന്നെ 2 10ൻ്റെയും അതുപോലെ തന്നെ 1 2 3 4 1ൻ്റെയുമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 300 പ്ലസ് 20 പ്ലസ് 4 324. അപ്പോൾ ഇങ്ങനെയാണിത് എണ്ണീറ്റ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി അടുത്തത് കണ്ടെത്തിയ സംഖ്യകളിലെ ആരോഹണ ക്രമത്തിൽ എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ അത് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 കിട്ടും. അത് ആരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതേക്കിലേക്ക് എന്ന ക്രമത്തിലാണ്. അപ്പോൾ 214 വരും, 322 വരും, 324 വരും, 433 വരും. അപ്പോൾ ഇതാണ് ആരോഹണ ക്രമം, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇൻ്റഗ്രേഷൻ ഡേ 1 കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ കടങ്കഥകൾ പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.